നീണ്ട 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സ്കൂളുകൾ തുറക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പഠനത്തിനൊപ്പം സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മാവിൻ ചൂട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. അതെ, ബാല്യം ആവോളം ആസ്വദിക്കുന്ന ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ. പുളിമുട്ടായിയും അപ്പുപ്പൻ താഴിയും മഷിക്കുപ്പിയും പേനയും പെൻസിലുമൊക്കെ അർമാദിച്ച് ആനന്ദിച്ച ഇടം. കുട്ടികൾക്കൊപ്പം ആടിയും പാടിയും പഠനജീവിതം കഴിച്ചുകൂട്ടിയ വിദ്യാലയങ്ങൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ പെൺ പള്ളിക്കൂടമായ തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സർക്കാർ സ്കൂളിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലെത്തുന്ന സന്തോഷത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. സംസ്ഥാനത്തെ 3118 ഹൈസ്കൂളിലും 2077 ഹയർ സെക്കൻഡറി സ്കൂളിലുമായി 10-12 ക്ലാസ്സിൽ പഠിക്കുന്ന 7 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്കായാണ് സ്കൂളുകൾ ഇന്നു മുതൽ ഭാഗികമായി തുറന്നത്. സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ സമ്മതപത്രം നിർബന്ധമാണ്. എന്നാൽ ഹാജർ നിർബന്ധമാക്കിയിട്ടില്ല. പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായി ഡിജിറ്റൽ അധ്യയനം പൂർത്തിയാക്കിയ പഠനഭാഗങ്ങളുടെ സംശയ നിവാരണം, റിവിഷൻ എന്നിവയ്ക്കാണ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. അതേസമയം കോവിഡ് വ്യാപനം കുറയാത്ത സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കുന്നത് സുരക്ഷിതമാണോ എന്ന ആശങ്കകൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുണ്ട്. വളരെ നല്ല അനുഭവമാണ്. വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും തന്നെ. കാരണം കുഞ്ഞുങ്ങൾ വീട്ടിലിരുന്ന് മടുത്തു. ഞാൻ ക്ലാസ് PGയിലൊക്കെ ഓൺലൈനിൽ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയാറുണ്ട്, ടീച്ചർ ഞങ്ങളൊന്ന് സ്കൂളിൽ വന്നോട്ടെ, പേരൻസ് വയ്ക്കും കുട്ടികളൊന്ന് സ്കൂളിൽ വരുത്താമോ. അതുകൊണ്ട് അത്ര ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, സർക്കാരിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് നമ്മൾ നടപ്പിലാക്കുന്നത്. വളരെ ഹാപ്പിയാണ്. പോർഷൻ 6 ഡേയ്സ് ചാനലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ആയിട്ടുണ്ട്. അതിൻ്റെ സപ്പോർട്ടിംഗ് ക്ലാസ്സസ് ഓൺലൈനിലൂടെ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പോർഷൻസ് അല്ല, കുട്ടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള സംശയ ദൂരീകരണത്തിനുമൊക്കെയാണ് ഈ കുട്ടികളെ ഇങ്ങനെ ഈ രീതിയിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഒരു ക്ലാസ്സിൽ മാക്സിമം 10 കുട്ടികളെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. ഓൺലൈൻ ക്ലാസ്സാണോ സ്കൂളിൽ വന്ന് പഠിപ്പിക്കാനാണോ? നമ്മളിപ്പോഴും ഫേസ് ടു ഫേസ് ആണ് സന്തോഷം. കുട്ടികളായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ സിറ്റുവേഷനിൽ ഓൺലൈൻ ക്ലാസ്സസ് നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമുക്ക് വളരെ അധികം പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. അത് നമ്മൾ 2 ഷിഫ്റ്റായിട്ടാണ്. ഹയർ സെക്കൻഡറി 10 ബാച്ചാണ് ഉള്ളത്. അപ്പോൾ രാവിലെ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളെന്നുള്ള നിലയിൽ, ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്നുള്ള നിലയിൽ 100 കുട്ടികളെ 9 മണി മുതൽ 12 മണി വരെയും, SRCക്ക് 130 കുട്ടികളെ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്നുള്ള നിലയിൽ 13 ക്ലാസ്സുകളിലാക്കി 10 മുതൽ 1 മണി വരെയും. ഉച്ചയ്ക്ക് ശേഷം ഹയർ സെക്കൻഡറിയുടേത് 1:30 മുതൽ 4:30 വരെയും, ഹൈസ്കൂളിൻ്റെത് 12:30 മുതൽ 1 മണിക്കൂർ ഗ്യാപ്പ് അവർ സ്റ്റാർട്ട് ചെയ്യും. അല്ല, അത് കുഴപ്പമില്ല. +1 +2 ആണല്ലോ ഹയർ സെക്കൻഡറി. +1 ക്ലാസ് ഫ്രീ ഇല്ലല്ലോ. അതുപോലെ ഹൈസ്കൂളിലും 8ഉം 9ഉം ഇല്ലല്ലോ, 10ാം ക്ലാസ്സിലുള്ളത്. അത് പ്രശ്നമൊന്നുമില്ല. ടീച്ചേഴ്സും ഇതിനെല്ലാം സപ്പോർട്ടാണ്. എല്ലാ ടീച്ചേഴ്സും ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ SRG സബ്ജക്റ്റ് കൗൺസിലൊക്കെ കൂടി നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്. ഇപ്പോൾ ആദ്യമേ കയറി ക്ലാസ് എടുക്കുകയാലും സപ്പോർട്ടിങ് ക്ലാസ്സസ് അല്ല എടുക്കുന്നത്. കുട്ടികളുടെ സ്ട്രെസ് റിലീഫ്, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, അതൊക്കെ എന്താണ് എല്ലാ ടീച്ചേഴ്സും തന്നെ കൗൺസിലേഴ്സ് ആണല്ലോ യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു കൗൺസിലിംഗ് പോലെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ സഹകരണങ്ങൾ കൗൺസിലേഴ്സിനെ കൊണ്ടും നമുക്ക് ഹെൽപ്പ് കിട്ടുന്നതാണ്. ആ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആശങ്കകളില്ലാതെ പോകുന്നതാണ്. 100% അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്തയാണുള്ളത്. കുട്ടികളെല്ലാം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് സാനിറ്റൈസറും അവരുടെ കയ്യിലുണ്ടോ, മാസ്കും കറക്റ്റായിട്ട് ധരിക്കണമെന്നൊക്കെ നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ ഓരോ ക്ലാസ് വൈസ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മെസ്സേജായിട്ട് അവർക്ക് പാസ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ടീച്ചേഴ്സ് സപ്പോർട്ടിംഗ് ആയിട്ടുണ്ട്. ക്ലാസ് ടീച്ചേഴ്സ് ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും ക്ലാസ് ടീച്ചേഴ്സ് ഇരിക്കുകയാണ് ഇപ്പം. അതനുസരിച്ച് ഓരോ അവറായിട്ട് മറ്റുള്ള ടീച്ചേഴ്സ് പോകും. ഇൻ്റർവെല്ലിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനൊക്കെ കുട്ടികൾക്ക് ഇൻ്റർവെല്ലായിട്ട് ഒരുമിച്ചൊന്നും വിടുന്നില്ല. അല്ലാതെ ഓരോ ടൈം വെച്ചുകൊണ്ടും ഏതൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. രാവിലെ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ഉച്ചയ്ക്ക് യൂസ് ചെയ്യുന്നില്ല. അതുപോലെയാണ് യൂറിനൽ അല്ലെങ്കിൽ നമ്മുടെ ശുചി മുറിയും അങ്ങനെയാണ് ചെയ്യുന്നത്. രാവിലെ യൂസ് ചെയ്യുന്നത് അതല്ല ഉച്ചയ്ക്ക് യൂസ് ചെയ്യുന്നത്. ആ രീതിയിൽ ഞങ്ങൾ പല രീതിയിലും ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ ക്ലാസ് വൈസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പരമാവധി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് എല്ലാവിധ സപ്പോർട്ട് കിട്ടുന്നുണ്ട്.
ഇപ്പോൾ കോർപ്പറേഷൻ്റെ ആയാലും ക്ലീനിങ്ങിന് കണ്ടോ, എല്ലാവരും കോർപ്പറേഷൻ്റെ ആയാലും ശരി, KSEB ആയാലും ശരി, എന്താണ് നമ്മളെ ഏത് ഫീൽഡും, നമ്മളെ SSK, അതുപോലെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് സപ്പോർട്ട്, ഒരു കോൾ മതി. രാവിലെ MLA വന്നിരുന്നു, മേയർ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉള്ളതുകൊണ്ട് ഇത് പോസിറ്റീവായിട്ട് പോകും. പിന്നെ SMCയുടെ പ്രവർത്തനം, അതുപോലെ ഇവിടെ LP, നമ്മൾ അറ്റാച്ച്ഡായിട്ട് LP സെക്ഷനുണ്ട്, അറ്റാച്ച്ഡായിട്ട് UP HS ആണ്. അവിടുത്തെ എല്ലാ സ്റ്റാഫും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അതുപോലെ LP സ്കൂളിൽ പോലും രാവിലെ മുതൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഇവിടെ കൂടെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ടും നമുക്ക് വേണ്ട പിന്തുണയും അതിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ പേരൻസിന് കുറച്ച് പേർക്ക് ഇരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടായിരുന്നു ഗൂഗിൾ മീറ്റിലൂടെ. അപ്പോൾ അകത്ത് പ്രവേശിപ്പിക്കാൻ നമ്മളെ ഈ നിലയിൽ സാധിക്കാത്തതിനാൽ സാറുമായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അവിടെ തന്നെ അതിനനുസരിച്ച് ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ അവിടെ പോയി ഇരിക്കാനും, അതുപോലെ നമ്മൾ പ്രവേശിപ്പിക്കുന്ന ഈ ഡോറിലൂടെ ആണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് ബാക്കിലെ ഡോറിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെയൊന്നും കൂട്ടിമുട്ടില്ല. എല്ലാത്തിനും ഓരോ മണിക്കൂർ ഗ്യാപ്പാണ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം സക്സസ് ആയിട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. എല്ലാവരും ഹാപ്പിയാണ്, കുട്ടികൾ ഹാപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓൺലൈൻ ക്ലാസിന്റെ മടുപ്പിൽ നിന്നും സ്കൂളിലെത്തുന്ന സന്തോഷത്തിലാണ് ഓരോ വിദ്യാർത്ഥികളും. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലാണ്. പേരെന്താ? ജൂല. അപ്പോൾ ഈ നീണ്ട 9 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സ്കൂൾ തുറക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ്? എൻ്റെ വീട്ടിൽ വൻ ബോറാണ്. ഇന്ന് മടുത്ത് വീട്ടിൽ. ഇപ്പം സ്കൂൾ തുറന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങിയതാണ് പുറത്ത്. അപ്പോൾ എക്സാംസിനൊക്കെ പ്രിപ്പറേഷനൊക്കെ ആയോ? ഫസ്റ്റ് വോളിയമാണ് മെയിനായിട്ട് നോക്കണ്ടതെന്ന് പറഞ്ഞു. അതാണ് സെറ്റായി. ഓൺലൈൻ ക്ലാസ് ആണോ സ്കൂളിൽ വന്ന് പഠിക്കാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സ്കൂളിൽ വന്ന് പഠിക്കുക, ആ ഒരു എക്സ്പീരിയൻസ് പ്രൈസ്ലെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റ് വെച്ചിട്ടല്ലേ ക്ലാസ്സൊക്കെ? അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായോ? രാവിലെ 10 തൊട്ട് 1, പിന്നെ 12 തൊട്ട് 3 വരെ. ഓൺലൈൻ ക്ലാസ്സിലെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നു? കംപ്ലീറ്റ് ആയില്ല. ഇല്ലല്ലേ? ഇപ്പം ഇനി ഉണ്ട്. എക്സാം ഇപ്പം മാറ്റിയില്ലേ? ജൂൺ ആക്കിയിട്ട്. അപ്പോൾ അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണോ സ്കൂളിൽ വന്ന് പഠിക്കാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സ്കൂളിൽ വന്ന് പഠിക്കുന്നത് ഇഷ്ടം അതാണല്ലേ? സ്കൂൾ തുറക്കുന്ന ആദ്യ ആഴ്ച സുരക്ഷയ്ക്കാണ് മുൻഗണന. ഒരേ സമയം ക്ലാസ്സിലെ പകുതി കുട്ടികളെ മാത്രമേ അനുവദിക്കൂ. ഓരോ ക്ലാസ്സിലെയും പകുതി വീതം വിദ്യാർത്ഥികൾക്ക് ഷിഫ്റ്റായോ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ക്ലാസ്സുകൾക്ക് എത്തും വിധം ക്രമീകരണം നടത്തുന്നത്. ഒരു ബെഞ്ചിൽ ഒരു കുട്ടിയെ മാത്രമേ ഇരുത്താവൂ എന്നും ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറികൾ കൂടി ഉപയോഗിച്ച് അധ്യയനം നടത്തണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. വിക്ടേഴ്സ് വഴിയുള്ള ഫസ്റ്റ് ബെൽ ക്ലാസുകൾ തുടരും. സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക് വിക്ടേഴ്സിലെ എല്ലാ ദിവസവും വൈകിട്ടത്തെ ആവർത്തന ക്ലാസ് കാണാം. കുട്ടികൾക്ക് ഐഡന്റിറ്റി കാർഡും യാത്രാ പാസും ഉൾപ്പെടെ നൽകിയിട്ടില്ലാത്തതിനാൽ സ്കൂളുകളിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന പരാതികൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ കൊറോണ കാലത്തെ പഠനത്തിനൊപ്പം സോപ്പിട്ട്, മാസ്ക് ഇട്ട്, ഗ്യാപ്പിട്ട് ഈ കൊറോണ കാലത്തെ നമുക്ക് അതിജീവിക്കാം. ക്യാമറമാൻ ശബരി വാര്യർക്കൊപ്പം രേഷ്മ മോഹൻ, ബ്രൈറ്റ് ന്യൂസ് കേരള.